Okay. Very good. കാണാൻ പറ്റുന്നുണ്ട്, സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതുമായി അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ എനിക്കൊന്ന് മ്യൂട്ട് ചെയ്യണം എല്ലാവരെയും, എന്നാൽ മാത്രമേ എനിക്ക് സ്ക്രീൻ ഷെയർ പോസിബിൾ ആവുള്ളൂ. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെയാണ്. ഇപ്പം വ്യക്തമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഓൾറൈറ്റ്, മൈൻഡ് ആൻഡ് സക്സസ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് 90% നമ്മളുടെ മൈൻഡ് സെറ്റാണ്. 10% മാത്രമേ നമ്മളുടെ അതൊരു ടെക്നിക്കായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ചില മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്, സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെങ്കിലും അത് 10% മാത്രമേ വരുന്നുള്ളൂ. 90% നമ്മളുടെ മൈൻഡ് സെറ്റാണ്. നമ്മളുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമുക്ക് ഏതൊരു ലക്ഷ്യവും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, ആ ലക്ഷ്യം പോസിബിൾ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട കുറേ കഴിവുകൾ, മെൻ്റൽ റിസോഴ്സസ് എന്ന് തന്നെ പറയും. ഈ മെൻ്റൽ റിസോഴ്സസ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ലക്ഷ്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ആവശ്യമാണ്, കോൺസെൻട്രേഷൻ ആവശ്യമാണ്. യെസ് ഓർ നോ? ഡു അഗ്രി വിത്ത് മീ? ജസ്റ്റ് കമൻ്റ് ഔട്ട്. കോൺസെൻട്രേഷൻ ആവശ്യമാണ്, കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ്, അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് വിൽ പവർ. എന്താണ് വിൽ പവർ? വിൽ പവർ എന്ന് പറയുന്നത്, നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും വർക്ക് ചെയ്തിരിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് നല്ല മോട്ടിവേറ്റഡ് ആയിട്ട്, എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു ഒരു 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 നിരന്തരമായിട്ടുള്ള ഒരു പ്രചോദനം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിൽ കോൺസെൻട്രേഷൻ ആവശ്യമാണ്. ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട്, ശ്രദ്ധയോട് കൂടിയിട്ട്, സൂക്ഷ്മതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് പോസിബിൾ ആക്കി എടുക്കണം. അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ്, എടുത്ത തീരുമാനത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയാൻ പാടില്ല. നമുക്കുണ്ടാവേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ഇത് നമ്മളുടെ മനസ്സിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ക്വാളിറ്റി. പക്ഷെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പലപ്പോഴും പറ്റാറില്ല. കമ്മിറ്റഡ് ആയിട്ട്, അതായത് ഒരു കാര്യത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയാതെ നിരന്തരം മുന്നോട്ട് പോകും. പല ആൾക്കാർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും. പല ആൾക്കാർക്കും എന്താ വെച്ചാൽ, അധികം ആൾക്കാർക്കും ഈ ഒരു ക്വാളിറ്റി കുറവായിട്ട് വരാറ്. ഇനി ഞാൻ ഇതന്നെ ചെയ്യണോ, വേറെന്തെങ്കിലും ചെയ്യണോ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എടുത്ത തീരുമാനത്തിൽ നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിൽ പവർ.
വിൽ പവർ എന്ന് പറയുന്നത് നിരന്തരം ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയിൽ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ്. മനസ്സിലാകുന്നുണ്ട്? കമ്മിറ്റ്മെന്റ് പോലെ തന്നെയാണ് കുറച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവും അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവും നമുക്കുണ്ടാവണം. വിജയിക്കണമെങ്കിൽ മറ്റൊരു കാര്യം സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമാണ്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് സ്വയം നമ്മളെ നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. പലപ്പോഴും നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കുന്ന, അതായത് താൽക്കാലികമായിട്ടും അതേപോലെ പെട്ടെന്ന് ലഭിക്കുന്ന ചില സുഖങ്ങളുണ്ട്. അതിൻ്റെ പിന്നാലെ പോകുന്നൊരു മനസ്സ് നമ്മളിൽ അധികം ആൾക്കാർക്കുണ്ട്. അതിന് മാറ്റിയിട്ട് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട്, ഇപ്പോൾ കാലത്ത് 5 മണിക്ക് എണീക്കണം, വർക്കൗട്ട് ചെയ്യണം എന്നൊരാൾ ആഗ്രഹിക്കുകയാണ്. അയാൾ സെൽഫ് ഡിസിപ്ലിനോട് കൂടിയിട്ട് നിരന്തരം ആ ഒരു കാര്യം തന്നെ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൾക്ക് നല്ല രീതിയിൽ സെൽഫ് ഡിസിപ്ലിൻ, വേറെ ഇതിലേക്ക് ശ്രദ്ധ മാറാതെ, മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറാതെ ആ കറക്റ്റ് ടൈമിൽ ആ ചെയ്യേണ്ട കാര്യം സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് സ്വയം ഒരു ചിട്ടയോട് കൂടിയിട്ട് മടി പിടിക്കാതെ, നീട്ടിവെക്കാതെ, എക്സ്ക്യൂസ് പറയാതെ ആ ടൈം ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും. ഈ ക്വാളിറ്റി നമ്മുടെ മനസ്സിനുള്ളിലുണ്ട്. നമുക്ക് എന്തുകൊണ്ട്, ചില ആൾക്കാർക്ക് മാത്രം ഇത് എന്തുകൊണ്ട് പുറത്തെടുക്കും? അപ്പൊ വിജയിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസ് അവർ പുറത്തെടുക്കുന്നുള്ളതാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തെടുക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ് വരുന്നത്? ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾക്ക് എന്തെങ്കിലും നമ്മളുടേതായിട്ടുള്ളൊരു ഇന്നോവേഷൻ, ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിയണം. നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. കുറച്ചുകൂടെ എളുപ്പത്തിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കണം. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു ക്രിയേറ്റ് ആണ്, സൃഷ്ടിക്കാനുള്ള കഴിവ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള തിങ്കിങ് വേണം. പ്രോബ്ലത്തെ കുറിച്ച് കാണുമ്പോൾ പ്രോബ്ലത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാം, എങ്ങനെ ഇത് പരിഹരിക്കാം എന്ന് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ കഴിവ് പുറത്തെടുക്കുമ്പോഴാണ് പല പ്രതിസന്ധികളും മറികടന്ന് നമ്മൾ വിജയിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ക്രിയേറ്റിവിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എളുപ്പത്തിൽ, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയും. കുറച്ചുകൂടെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയും. കുറച്ചുകൂടെ എന്താ വെച്ചാൽ ക്രിയേറ്റീവായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തി എങ്ങനെ നമുക്ക്, ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും പല ആൾക്കാരും സ്റ്റക്കായി നിൽക്കുന്നതായി കാണാം, അല്ലെങ്കിൽ പഴയ മെത്തേഡിൽ തന്നെ വേറെ ആരോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തന്നെ ചെയ്തു പോകുന്നുണ്ടാവും. അതിൽ നിന്നൊരു മാറ്റം, ഒരു ക്രിയേറ്റീവായിട്ട് പുതിയൊരു കാര്യം ചിന്തിച്ച് അതിലൂടെ നമുക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കഴിവ് നമ്മളിലുണ്ട്. പ്രോബ്ലം എന്താണ്? ഈ കഴിവെല്ലാം നമ്മളുടെ ബ്ലോക്കുകൾ കാരണം, ട്രോമ കാരണം നമ്മളുടെ ഉള്ളിൽ നിന്ന് ഈ കഴിവ് പുറത്തു വരാതെ സ്റ്റക്കായി നിൽക്കുന്നു. നമ്മൾ മൈൻഡ് പവർ പ്രാക്ടീസുകൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്ത്, ഇപ്പൊ പല ആൾക്കാരും ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല, ഞാൻ ക്രിയേറ്റിവിറ്റി കുറഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ ഞാനൊരു ലെഫ്റ്റ് ബ്രെയിനറാണ്, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല, എനിക്ക് പുതിയ ഐഡിയ വരില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഐഡിയ നമുക്ക് എല്ലാവർക്കും വരും. അപ്പൊ നമ്മൾ ആ ഒരു എങ്ങനെ ക്രിയേറ്റീവായിട്ട് ആ ഒരു ചിന്തിക്കാം എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടല്ലോ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ. അത് റിമൂവ് ചെയ്യാനെന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ളൊരു എന്താ പറയുക എക്സസൈസ് ആണ്, മൈൻഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ നമുക്ക് ആവശ്യമാണ് കോൺഫിഡൻസ്. അപാരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ആവശ്യമാണ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാൻ പാടില്ല, പ്രയാസങ്ങൾ വരുമ്പോൾ തളരാൻ പാടില്ല. തളരും, ആരായാലും തളരും. ഈ ഇരിക്കുന്ന ഞാനാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിലും തളരും, സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു ഭയമില്ലാത്തൊരവസ്ഥയല്ല നമ്മളതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കണം. അത് എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്? എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം, എനിക്ക് അത് ഒരു എന്താ പറയുക, നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, അഹങ്കാരമല്ല. എന്നെ കൊണ്ട് ഇത് പോസിബിൾ ആണ് എന്നൊരു വിശ്വാസത്തിലേക്ക് നമുക്ക് വരണം. അപ്പൊ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ചെറിയ ചെറിയ ചാലഞ്ചുകൾ നമ്മൾ ഫേസ് ചെയ്തിട്ട്, ചെറിയ ചെറിയ ടാസ്കുകൾ എടുത്ത് പതിയെ പതിയെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് വരുമ്പോൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. എന്നാൽ ആ ഒരു ചെറിയ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ
നമ്മുടെ ഇമോഷണൽ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ട്രോമയുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുമ്പോൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ച്, സെൽഫ് ഹിപ്നോസിസ് മെത്തേഡുകൾ ഉപയോഗിച്ച്, സബ്ലിമിനൽ മെസ്സേജിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ച്, അഫർമേഷൻസ് ഉപയോഗിച്ച്, വിഷ്വലൈസേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ മാറ്റിയെടുക്കണം. മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബ്ലോക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഫിഡൻസ് പുറത്തു വരും. അതേപോലെ നമുക്ക് ആവശ്യമാണ് കറേജ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിയുമെന്ന് ഫീൽ ചെയ്യുന്നതാണ്. കറേജ് എന്ന് പറയുന്നത് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വരുമോ, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത വരുമോ, പരാജയപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാവും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള ഭയം ഉണ്ടാവും. ആ ഭയമെല്ലാം എടുത്തു കളഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അവിടെയാണ് നമുക്ക് എന്ന് വെച്ചാൽ മനോധൈര്യം ഉണ്ടാവുന്നത്, കറേജ് ഉണ്ടാവുന്നത്. ആ കറേജ് നമുക്ക് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. ഡു അഗ്രി വിത്ത് മീ? അപ്പൊ ഇത്രയും ക്വാളിറ്റീസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. മോട്ടിവേഷൻ, നിങ്ങൾ നല്ല മോട്ടിവേറ്റഡ് ആണോ ഒന്ന് ചെക്ക് ചെയ്തേ. ഞാൻ ഈ സെഷന്റെ അവസാനത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും, ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ഉണ്ട്, ഏതെല്ലാം ഏരിയാസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട്. മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, മോട്ടിവേഷൻ ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക? ഇല്ല, അതിൽ ഞാൻ വർക്ക് ചെയ്യണം. കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എവിടെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണ്? അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ളത്, എത്ര എണ്ണം നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇത്രയും ഞാനിവിടെ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് നിങ്ങൾ എന്തായാലും വിജയിക്കും. പക്ഷെ അത് ജസ്റ്റ് ഒരു പ്രാവശ്യം, 1-2 പ്രാവശ്യം പുറത്തു കൊണ്ടുവന്ന സ്ഥിരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് വേണം. അപ്പൊ ആ ലെവലിലേക്ക് ഇമോഷണൽ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ലിമിറ്റിംഗ് ബിലീഫുകൾ പൊട്ടിച്ചു കളയുമ്പോൾ ആണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. നമ്മളൊക്കെ ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ നമുക്കുണ്ടെങ്കിലും അതെല്ലാം കെട്ടിപ്പണഞ്ഞ് കിടക്കുകയാണ് എന്തില്? ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ. ഇമോഷണൽ ബ്ലോക്കുകളിൽ നിന്നുണ്ടാകുന്നതാണ് ലിമിറ്റിംഗ് ബിലീഫ്. 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്. എനിക്ക് പേടിയാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും തോന്നുന്നില്ല, ഞാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല, ഞാൻ സെൽഫ് ഡിസിപ്ലിൻ തീരെ ഇല്ലാത്ത ഒരാളാണ്, എനിക്ക് വിൽ പവർ കുറവാണ്, ഞാൻ കമ്മിറ്റ്മെന്റ് ഇല്ല, എനിക്ക് കോൺസെൻട്രേഷൻ കുറവാണ്, മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങൾ നമ്മളെക്കുറിച്ച് നമുക്കുള്ള ഒരു സെൽഫ് ഇമേജ് ഉണ്ട്. എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ ആ ഇമേജുകളൊക്കെ എന്താണ്? ലിമിറ്റിംഗ് ബിലീഫുകളാണ്. ഇത്തരത്തിലുള്ള 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട്. ഇത് ഓരോന്നിനെയും പൊട്ടിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫ്രീ ആയിട്ട് വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന 45,000 ലിമിറ്റിംഗ് ബിലീഫോ? ഇമോഷണൽ ബ്ലോക്കുകൾ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പൊയ്ക്കോളും. അടുത്തത് എന്താണ്? ഇമോഷണൽ മെച്യൂരിറ്റി, വൈകാരികമായിട്ടുള്ള പക്വത. ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെ വൈകാരികമായിട്ട് പക്വതയോടുകൂടി നേരിടാം എന്നുള്ളൊരു കപ്പാസിറ്റി നമുക്ക് വേണം. ഇതും നമുക്ക് എന്താ വെച്ചാൽ നിരന്തര പരാജയങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഇതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലൂടെ, മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ, മെഡിറ്റേഷൻസ് ചെയ്ത് ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം പിരിച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പീപ്പിൾ സ്കില്ല്. നമുക്ക് ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്കറിയാം. നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികളോടും, നമ്മുടെ ബന്ധുക്കളോടും, നമ്മുടെ ഫാമിലി സർക്കിളിലും, നമ്മളുടെ കംഫർട്ട് സോണിലൊക്കെ നമുക്ക് ആൾക്കാരോട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറുന്നുണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് ആ സ്കില്ലുണ്ട്. പക്ഷെ ചില പ്രത്യേക സാഹചര്യം, പുതിയൊരു കസ്റ്റമറെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പാർട്ണറുമായിട്ട് ലൈഫ് ബിൽഡ് ചെയ്യും, അല്ലെങ്കിൽ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് എങ്ങനെയാണ് നല്ല ഒരു സൗമ്യതയോട് കൂടിയിട്ട് പെരുമാറാൻ പറ്റുക? എങ്ങനെയാണ് അവരുമായിട്ട് നല്ലൊരു സൗഹൃദം ബിൽഡ് ചെയ്യാൻ പറ്റുക? നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുക? അവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക? അവരുമായിട്ട് ആ ബന്ധം നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുക? നല്ല രീതിയിൽ എങ്ങനെ സംസാരിക്കുക? നല്ല രീതിയിൽ എങ്ങനെയാണ് നമ്മൾ കേൾക്കുക? ഒരാളുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്ന രീതി എങ്ങനെയൊക്കെ ആയിരിക്കണം? ഇതിനൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്കില്ലുണ്ട്. ഈ സ്കില്ല് പുറത്തേക്ക് വരണം. ഇതും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ചെറുപ്പത്തിലെ ട്രോമ കൊണ്ടോ, അനുഭവങ്ങൾ കൊണ്ടോ, പ്രയാസങ്ങൾ കൊണ്ടോ ഇതൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുകയായിരിക്കും. ഓക്കെ, യെസ് ഓർ നോ? ഡു അഗ്രി വിത്ത് മീ? ഈ സ്കില്ലൊക്കെ വേണ്ട വിജയിക്കാൻ. അപ്പൊ ഇതിൽ ഏതെല്ലാം നിങ്ങൾക്ക് ലാക്ക് ആവുന്നുണ്ട്, കുറവുണ്ട്, പോരായ്മയുണ്ട്, ഞാൻ വർക്ക് ചെയ്യണം എന്ന് നോട്ട് ചെയ്യട്ടോ. നെക്സ്റ്റ് എന്താണ്? അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇപ്പൊ ഈ ഇത്രയും പറഞ്ഞിരിക്കുന്നതിൽ ഏതെല്ലാം സ്കില്ല് നിങ്ങൾക്ക് ഇപ്പം വർക്ക് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്? എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്? ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾ ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഇതിലേതാണ് നിങ്ങൾക്ക് ഒന്ന് ഉഷാറാക്കി എടുക്കേണ്ടത്? ജസ്റ്റ് കമന്റ്. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴാണ് നമുക്കെന്ത് വെച്ചാൽ ഈ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു എക്സസൈസ് പോലെ
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ജസ്റ്റ് കമന്റ്. ഐ വാണ്ട് യുവർ ഫീഡ്ബാക്ക്. ഏത് ഏരിയയിലാണ് നിങ്ങൾ ഇനി ഓക്കെ ക്രിയേറ്റിവിറ്റി, സഫൂറ പറയുന്നു ക്രിയേറ്റിവിറ്റി ഉഷാറാക്കി എടുക്കണം. ഓക്കെ, മറ്റുള്ളവര് ക്രിയേറ്റിവിറ്റിയുടെ ഒരു കുറവുണ്ട്, പീപ്പിൾ സ്കില്ല് ഞാനൊന്ന് ഉഷാറാക്കണം, സാദിഖ് അലി പറയുന്നു. ഓക്കെ, വേറെ ഏത് സ്കില്ല? വിൽ പവർ. ഓക്കെ, എനിക്ക് വിൽ പവർ ഒന്ന് സെറ്റാക്കി എടുക്കണം. സജന പറയുന്നു എനിക്ക് ഇമോഷണൽ മെച്യൂരിറ്റി, വൈകാരികമായിട്ടുള്ള പക്വത ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് മാത്രമല്ല കേട്ടോ, ലിസ്റ്റ് ഇനിയും വരുന്നുണ്ട്. നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പീപ്പിൾ സ്കില്ലുണ്ട്, എല്ലാത്തിലും ഒക്കെ ഉഷാറാക്കണം. ഓക്കെ, ആദിൽ പറയുന്നു സെൽഫ് ഡിസിപ്ലിൻ്റെ ഒരു കുറവുണ്ട്, ബാപ്പു പറയുന്നു. ഓക്കെ, വേറെ സെൽഫ് ഡിസിപ്ലിൻ്റെ കുറവുണ്ട്, അബ്ദുൽ പറയുന്നു സെൽഫ് ഡിസിപ്ലിൻ, നുസ്രത്ത് പറയുന്നു പീപ്പിൾ സ്കില്ല്. വേറെ എല്ലാവരും ഇവിടെ ഏകദേശം ഒരുപാട് പേരുണ്ടല്ലോ, 50ഓളം ആൾക്കാരുണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു സ്കില്ല് എത്രത്തോളം ഉണ്ട്, ജസ്റ്റ് ഏത് സ്കില്ലിലാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് പോകാം. മോട്ടിവേഷൻ നമ്മൾ പറഞ്ഞു, അടുത്ത ലിസ്റ്റ് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് എല്ലാം പറഞ്ഞു. വീണ്ടും ഞാൻ കാണിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് കുറവുള്ളത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ലിസ്റ്റിലേക്ക് പോകാം. അടുത്ത ലിസ്റ്റിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അഡാപ്റ്റബിലിറ്റി. ഒരു സാഹചര്യത്തോട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. ഒരു 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 നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലായിക്കൊള്ളണമെന്നില്ല, ഇഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിക്കൊള്ളണമെന്നില്ല, ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ കൂടെ ആയിരിക്കണം നമ്മൾ വർക്ക് ചെയ്തത്. എന്നാൽ അവിടെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ചാലഞ്ചിങ് ആണെങ്കിലും അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യണം, ജോലി ചെയ്താൽ വിജയം ഉണ്ടാകും. പക്ഷെ വിദേശത്ത് പോയിട്ട് വീട്ടിൽ നിന്ന് ഹോം സിക്നസ് മൂലം വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യാൻ കഴിയാത്തവരുണ്ട്. അവിടുത്തെ ആ ഒരു സാഹചര്യത്തോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കുറച്ചൊക്കെ നമുക്ക് വേണം. പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം, വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രതികൂലമായ സാഹചര്യത്തെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക്. എന്നെ കൊണ്ട് അത് കഴിയില്ല, നടക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്കിത് പറഞ്ഞത് പണിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിഞ്ഞു മാറുന്നത്. വി ഹാവ് ടു അഡാപ്റ്റ്. വ്യക്തികളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തികളുടെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരും. വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള കസ്റ്റമേഴ്സ് ചിലപ്പോൾ നമുക്കുണ്ടാവാം. അപ്പൊ അവരുമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനൊരു ക്വാളിറ്റി നമുക്കുണ്ടോ, നമുക്കൊരു പ്രശ്നമുണ്ടോ, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനും എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് പോകാനുള്ള ഒരു മൈൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ സ്ട്രെസ് അടിക്കാറുണ്ടോ, കംപ്ലൈന്റ് പറയുന്ന, സ്ട്രെസ് അടിക്കുന്ന, എനിക്കിത് നടക്കില്ല, എനിക്കിത് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോരുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. സാഹചര്യത്തോട് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അടുത്തത് എന്താണ്? മെച്യൂരിറ്റി, പക്വത ഉണ്ടാവണം. വൈകാരിക പക്വത നേരത്തെ പറഞ്ഞത് അല്ലാത്തൊരു പക്വത, മെച്യൂരിറ്റി ഉണ്ടാവണം. ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള മെച്യൂരിറ്റി, അല്ലെങ്കിൽ വ്യക്തികളോട് പെരുമാറുന്ന സമയത്തുള്ള ഒരു മെച്യൂരിറ്റി, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അടുത്ത എന്താണ്? അപ്ലിഫ്റ്റിംഗ് ബിലീഫ്. അപ്ലിഫ്റ്റ് ചെയ്യുന്ന ബിലീഫ് വേണം. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും, ഞാൻ ഉഷാറാണ്, ഏത് സ്വപ്നവും നേടിയെടുക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള അപ്ലിഫ്റ്റിംഗ് ബിലീഫ്. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം ഈ അപ്ലിഫ്റ്റിംഗ് ബിലീഫ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. മെച്യൂരിറ്റി വന്നുകൊണ്ട്, മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കാമാകും, റിലാക്സ്ഡ് ആകും, പക്വതയോട് കൂടിയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. ഏത് സാഹചര്യത്തെയും നമ്മൾ വളരെ കാമായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന രീതി വരും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഏതൊരു കാര്യം നമ്മൾ നോക്കുമ്പോഴും അതിൽ പോസിറ്റീവായിട്ടുള്ള സൈഡ് നമുക്ക് കാണാനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം. അറിയാതെ നമ്മളൊക്കെ എന്താ വെച്ചാൽ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയും നെഗറ്റീവായ കാര്യങ്ങൾ കാണുന്ന, കംപ്ലൈന്റ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാറുണ്ട്. എങ്ങനെയാ നിങ്ങളുള്ളത്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ഐ ആം എ പോസിറ്റീവ് പേഴ്സൺ. ഒന്ന് കമന്റ് ചെയ്തേ. ഐ ആം പോസിറ്റീവ്. Just comment down. Everybody just comment down. Hello. Come back and comment down. Okay? I am a positive person. I am positive. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ നിങ്ങൾ എങ്ങനെയാണ് കാണാറുള്ളത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? അതല്ല ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ്. ഏതാണ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ പൊതുവെ എന്തിലും നെഗറ്റിവിറ്റി കാണാം, പ്രയാസം കാണാം, ബുദ്ധിമുട്ട് കാണുന്ന ഒരു രീതിയിലാണോ പോകുന്നത്? ഇല്ലെങ്കിൽ വർക്ക് ചെയ്യണം. ഈ ഏരിയ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണം. അടുത്തെന്താണ്? ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഒരു വലിയ വളർച്ചയ്ക്കുള്ള മൈൻഡ് സെറ്റ് വേണം. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ സേഫ്റ്റി മൈൻഡ് സെറ്റ് ഉണ്ടാവുക, വല്ലാണ്ട് കൺസേൺഡ് ആയിരിക്കും, സേഫ്റ്റിയെ കുറിച്ച് കൺസേൺഡ് ആയിരിക്കും, ഇൻസെക്യൂർഡ് ആയിരിക്കും, പേടിയായിരിക്കും. ഇത് അങ്ങനെ ആയിപ്പോയാലോ, ഇതിങ്ങനെയായി പോയാലോ, അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോയാലോ, അല്ലെങ്കിൽ പരാജയപ്പെട്ടാലോ, അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്ക് പോയാലോ, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയാലോ എന്നുള്ള മൈൻഡ് സെറ്റിൽ ചിന്തിച്ചിട്ട്
ചുരുങ്ങിപ്പോകും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ, കുറച്ചുകൂടെ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ, ലക്ഷങ്ങളും അല്ലെങ്കിൽ കോടികളും ഒക്കെ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ വലിയ വലിയ രീതിയിലേക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന കുറച്ച് കുറച്ച് വലിയ രീതിയിൽ സ്വപ്നങ്ങൾ കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഗ്രോത്ത് മൈൻഡ് സെറ്റ്, വളർച്ചയ്ക്കുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയും, വളരാനുള്ള മൈൻഡ് സെറ്റ്. ചില ആൾക്കാർക്ക് വളരാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഇങ്ങനെ പോകുന്ന പോലെ പോയാൽ മതി, ഇത് മതി, ഇത്ര മതി, ഇങ്ങനെ മതി എന്ന് ചിന്തിക്കുന്ന മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഈ മൈൻഡ് സെറ്റ് മാറണം. മാറിയാൽ മാത്രമേ വളർച്ചയും ഉയർച്ചയും ഉണ്ടാവുള്ളൂ. അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അടുത്തത് എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് ക്രിട്ടിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു, പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട, ആ തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാകണം. ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ട്. എല്ലാ മനുഷ്യനും ഇതെല്ലാം ഉണ്ട്. രണ്ട് കൈയും കണ്ണും മൂക്കും കാലും ഉള്ള എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ഉണ്ട്. പ്രോബ്ലം എന്താണ്? ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു ഡയമണ്ട് പോലെയാണ് നമ്മൾ. ഡയമണ്ടിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ആ ഡയമണ്ട് ഒരു ചെളിക്കുണ്ടിൽ വീണ് കിടക്കുകയാണ്. അതിന്റെ മുകളിൽ ഒരുപാട് അനാവശ്യമായ മാലിന്യ കൂമ്പാരം കെട്ടിക്കിടക്കുക, അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുക. അതിന് മുകളിലുള്ള ആ ചെളി അല്ലെങ്കിൽ ആ മാലിന്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ എടുത്തിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഡയമണ്ട് ഇറ്റ് വിൽ ബി ഷൈനിങ് ലൈക്ക് എനിത്തിങ്. നമ്മളും അങ്ങനെ തന്നെയാണ്. വി ഹാവ് ജീനിയസ് ഇൻസൈഡ്. ഈ ലോകത്ത് ആരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെപ്പോലെ കഴിവുള്ളവരാണ്. അവർ നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കും അത് പോസിബിൾ ആണ്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇത്തരത്തിലുള്ള സംഗതികൾ, ബ്ലോക്കുകൾ കാരണം നമുക്കിത് പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രോബ്ലം സോൾവിങ് സ്കില്ല്, നേരത്തെ പറഞ്ഞ സൊല്യൂഷൻ ഓറിയന്റഡ് ആയി ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞില്ല, അതേപോലെ ഒരു കാര്യമാണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്ക് വേണം. ഈ സ്കില്ലുള്ളവരും ആണ് വിജയിക്കുന്നവരും. ഇവിടെ പറയുന്ന ഓരോ ക്വാളിറ്റീസും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വേറൊരാളടുത്തേക്ക് ഓടുകയാണോ ചെയ്യുക? ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യുക? അതിൽ ഭയപ്പെടുകയാണോ ചെയ്യുക? തളർന്നു പോവുകയാണോ ചെയ്യുക? സ്റ്റക്കായി പോവുകയാണോ ചെയ്യുക? അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് ഓടുകയാണോ ചെയ്യുക? അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒളിച്ചോടുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്താ വെച്ചാൽ പ്രോബ്ലം വരുമ്പോഴേക്കും നമുക്ക് അത് ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനോ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ട്രോമ റെസ്പോൺസ് ആണ്. ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ എന്താ വെച്ചാൽ ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് എന്ന് പറയുന്ന 3 ബേസിക് ആയിട്ടുള്ള മോഡ് ഉണ്ട്. അതിലേക്ക് മാറും. ഒന്നുകിൽ ഫൈറ്റ് ചെയ്യും ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫൈറ്റ് അറ്റാക്ക് മോഡില്ല, പ്രോബ്ലം ഇഷ്ടമല്ല, അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇഷ്യൂസ് ഉണ്ടാക്കുന്നു, അതും നല്ല രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യലല്ല. അതേപോലെ എന്താണെന്ന് വെച്ചാൽ അടുത്തെന്ന് പറയുന്നത് ഫ്ലൈറ്റ് ആണ്. അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുക, ഓടിപ്പോവുക, അത് ഇഗ്നോർ ചെയ്യുക. ആ പ്രശ്നം വരുന്ന സമയത്ത് അത് ഇഗ്നോർ ചെയ്തു പോകും, അത് ഫേസ് ചെയ്യാതെ, അത് സോൾവ് ചെയ്യാതെ അത് ഇട്ടേച്ച് പോവുക. വിജയിക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് ഫേസ് ചെയ്തേ പറ്റൂ, സോൾവ് ചെയ്തേ പറ്റൂ, തുറന്ന് സംസാരിച്ചേ പറ്റൂ. എത്രയോ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ പ്രശ്നങ്ങൾ പ്രോപ്പറായിട്ട് സംസാരിക്കേണ്ട സമയത്ത് വ്യക്തികളോട് സംസാരിക്കാതെ, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസിൽ വരുന്നത് സംസാരിക്കാതെ അതിൽ നിന്ന് ഒളിച്ചോടി അത് വലിയ പ്രശ്നമായി മാറും. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. എപ്പോഴും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്കത് സോൾവ് ചെയ്തേ പറ്റൂ. അപ്പൊ അതിന് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് സംഗതികൾ ക്ലിയർ ചെയ്ത് പോകണം. അടുത്ത അനലിറ്റിക്കൽ തിങ്കിങ്. അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവാണെന്ന് വെച്ചാൽ, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണം, അനലൈസ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് ഇതിലേതാണ് മികച്ചത്, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്, ഇതുവരെ ഞാൻ മുന്നോട്ട് പോയത് എങ്ങനെയാണ്, അതിൽ നിന്ന് ഇനി എങ്ങനെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, ഞാൻ ഏത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സ്കില്ലുണ്ട്. അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതിൽ ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നത്, ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണ് മുന്നോട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള, വിലയിരുത്താനുള്ള, ഏതാണ് മികച്ചത്, ഏത് മികച്ചതല്ല, എവിടെ പ്രശ്നമുണ്ട്, എവിടെ ഞാൻ കറക്റ്റ് ചെയ്യണം, എങ്ങനെ ഞാൻ ക്ലിയർ ചെയ്യണം എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും വേണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിജയിക്കുകയുള്ളൂ. ഇത് നമ്മളുടെ മൈൻഡ് സെറ്റാണ്. ഇത് നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്നതാണ്. ഇതൊരു മെന്റൽ സ്കില്ലാണ്. ഈ സ്കില്ലുള്ള വിജയിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന സ്കില്ലുകളെല്ലാം അവർ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ളതിനെ അവർക്ക് പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അടുത്തത് എന്താണ്? ഒബ്സർവേഷൻ സ്കില്ല്. നന്നായിട്ട് നിരീക്ഷിക്കാൻ പറ്റണം, ഒബ്സർവ് ചെയ്യാൻ പറ്റണം.
ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്കാണ് അനലിറ്റിക്കൽ തിങ്കിങ് ഉണ്ടാവുള്ളൂ. കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം, പാറ്റേൺസ് റീഡ് ചെയ്യാൻ പറ്റണം. ഒരാൾ എങ്ങനെയാണ് അയാൾ വിജയിച്ചത്? അയാൾ ഇന്നിയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്, അയാൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ്, അയാൾ ഇത് ഈ രൂപത്തിലാണ്. ഇപ്പൊ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞു, ആ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരാളെന്ന് വെച്ചാൽ ആ സിനിമ ജസ്റ്റ് കണ്ടു പോരല്ല ചെയ്യുക. അയാൾ ഒബ്സർവ് ചെയ്യും. ആ ക്യാമറ എങ്ങനെയാണ് വെച്ചത്, അതിന്റെ ലൈറ്റിംഗ് എങ്ങനെയാണ് ചെയ്തത്, അത് അയാൾ എങ്ങനെയാണ് ആ സിനിമ പിടിച്ചിട്ടുള്ളത്. അതൊരു അനലിറ്റിക്കൽ തിങ്കിങ്ങും അതേപോലെ ഒബ്സർവേഷൻ സ്കില്ലിന്റെ ഒരു മിക്സ് ആണ്. പല കാര്യങ്ങളും ആ ക്യാമറയുടെ ഫ്രെയിമിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അവർ പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് വെച്ചിട്ടുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? കുറച്ചുകൂടി എന്ന് വെച്ചാൽ ഒബ്സർവേഷൻ സ്കിൽ. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മേഖലയിലുള്ള അതേ നമുക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതേ മേഖലയിൽ ഇതിനു മുൻപ് പല ആൾക്കാരും പലതും ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്? അവരെന്തുകൊണ്ടാണ് ആദ്യം അങ്ങനെ ചെയ്തത്? അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ഇപ്പൊ ഒരു ട്രെയിനർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒബ്സർവേഷൻ സ്കിൽ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഷാഫി എങ്ങനെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്, ഷാഫി ആദ്യം എന്തുകൊണ്ട് ആ സ്ലൈഡ് കാണിച്ചു, പിന്നീട് എന്തുകൊണ്ട് ഇത് പറയുന്നു, ഇതെങ്ങനെയാണ് പുള്ളി പറയുന്നത്, ഇതെങ്ങനെയാണ് പുള്ളി ചെയ്യുന്നത്, ഈ രൂപത്തിൽ പുള്ളി എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ആൾക്കാരെ കൊണ്ട് കമന്റ് ചെയ്യിപ്പിക്കുന്നത്? ഇങ്ങനെ ഒബ്സർവേഷൻ സ്കില്ല് വേണം. യു ഹാവ് ടു ഒബ്സർവ് എവറിത്തിങ്, നോട്ട് ജസ്റ്റ് ലൈക്ക് മറ്റൊരു സാധാരണക്കാരൻ ജസ്റ്റ് ഒരു ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ എന്തുകൊണ്ട് 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 എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, കുറച്ചുകൂടെ ക്യൂരിയസ് ആവുക, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിൽ നിന്നൊരു അനാലിസിസ് നടത്തിയെടുക്കുക, ഇത് ഇങ്ങനെയാണെന്നുള്ള. അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ടായിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള, ഷാർപ്പായിട്ടുള്ള മൈൻഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോഴാണ് നമ്മളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും ഇംപ്രവൈസ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡു യു അഗ്രി വിത്ത് മീ? ഡു യു അഗ്രി വിത്ത് മീ? ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ? നിങ്ങളുടെ കുറവുകള്, സംഗതികൾ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഓവർ റിയാക്റ്റീവ്. ഓക്കെ, വെരി ഗുഡ്, ഐ എം പോസിറ്റീവ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ്? ഇത്രയും ക്വാളിറ്റീസ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. യെസ്. അപ്പൊ ഒബ്സർവേഷൻ സ്കിൽ നിങ്ങൾക്കുണ്ടോ? നല്ല ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടോ? ഏത് സ്കില്ലാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ, ഈ പുതിയ ലിസ്റ്റിൽ ഏത് സ്കില്ലൊക്കെയാണ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത്? ഏത് സ്കില്ലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്? ഒന്ന് എഴുതിയേ. ആ ഇംപ്രൂവ് ചെയ്യേണ്ട സ്കില്ലുകൾ എഴുതിയേ. ഒരെണ്ണം കൂടെ ഞാനിവിടെ പറയുന്നത്, വാല്യൂ എഡ്യൂക്കേഷൻ. നല്ല വാല്യൂ എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമാണ്. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസ്റ്റോടെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് വീണ്ടും. ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത്? പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, അനലിറ്റിക്കൽ തിങ്കിങ്. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല വാല്യൂസ് വേണം, നല്ല മൂല്യങ്ങൾ ഉണ്ടാവണം, സത്യസന്ധത, റെസ്പെക്ട്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്, മറ്റുള്ളവരെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള എംപതി. നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കുക എന്ന് പറയുന്നൊരു കാര്യം. സത്യസന്ധത കീപ്പ് ചെയ്യുക, വാക്ക് പാലിക്കുക, ഇങ്ങനെയുള്ള നല്ല കുറെ ക്വാളിറ്റീസ് നമുക്ക് വേണം. അത് നമ്മുടെ ഉള്ളിലുണ്ട്. നന്മയുടെ ക്വാളിറ്റീസ്, ശരിയുടെ, നീതിയുടെ, ഇതിനൊക്കെ മൂല്യങ്ങൾ എന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള മൂല്യങ്ങൾ, നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന, വിശ്വസിക്കുന്ന ചില മൂല്യങ്ങൾ വേണം, വ്യക്തമായിട്ടുള്ള നിലപാടുകൾ വേണം, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകാതെ ശരിയിലേക്ക് വരുന്ന ശരിയുടെ വശങ്ങൾ, അതാണ് മൂല്യങ്ങൾ. ശരിയായ ദ റൈറ്റ് ടു തിങ്ക് ടു ഡു, മറ്റുള്ളവരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള അങ്ങനെയുള്ള സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റുള്ളവരെ ഇവിടെ മനസ്സിലാക്കി അവരുടെ ശരിയുടെ വശത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള മൈൻഡ് സെറ്റ് വേണം. സോ ഇതൊരു ക്വാളിറ്റി നമുക്ക് വേണ്ടതാണ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ. എന്നാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുള്ളൂ, എല്ലാവരും നമ്മൾ ഇവിടെ നിൽക്കുകയുള്ളൂ. അപ്പൊ ഈ ക്വാളിറ്റീസിൽ ഏതാണ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത്? ഒന്ന് കമന്റ് ചെയ്ത്. ഇതിലേതാ ലിസ്റ്റിൽ നിങ്ങൾ ഇല്ലാത്തത്? ഒന്ന് കമന്റ് ചെയ്യ്. ജസ്റ്റ് കമന്റ് ഡൗൺ. എവ്രി വൺ, ഐ വാണ്ട് യു ടു. ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല, അഡാപ്റ്റബിലിറ്റി ഇല്ല. MC പറയുന്നു, നുസ്രത്ത് പറയുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമാണ്. വേറെ? ഷാജിർ തലശ്ശേരി പറയൂ, ഷിഹാബുദ്ദീൻ പറയൂ, ബാപ്പുക്ക പറയൂ. ഏതാണ് നിങ്ങൾ? പോസിറ്റീവ് തിങ്കിങ് കുറവാണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് എന്താണ്? മിശ്രിയ ഷമീർ പറയൂ, നിങ്ങളുടെ ഏത് ലിസ്റ്റാണ്? ആദിൽ പറയൂ, അബ്ദുൽ, സാദിഖ്, സഫൂറ പറയൂ, നിങ്ങളുടെയൊക്കെ ഏത് സ്കില്ലാണ് നിങ്ങളെ? അപ്ലിഫ്റ്റിംഗ് ബിലീഫ് ആവശ്യമാണ്.
അപ്ലിഫ്റ്റ് ചെയ്തു. പോസിറ്റീവ് തിങ്കിങ്ങിന്റെ കുറവുണ്ട്. അപ്ലിഫ്റ്റിംഗ് ബിലീഫ്. വേറെ കൺസിസ്റ്റൻസി ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നൊരു കാര്യമാണ് അടുത്തത്. കൺസിസ്റ്റൻസി ഇല്ല, തുടർച്ചയായിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ. ആയിഷ ദിൽന പറയുന്നു. ഷീന പറയുന്നു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതാണ്. ഷീന പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമാണ്. വാല്യൂ എഡ്യൂക്കേഷൻ പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ഗെറ്റിംഗ് ക്ലാരിറ്റി. എന്താണ് നിങ്ങൾക്ക് കുറവുള്ളത്? ഇനി നിങ്ങൾ ചിന്തിക്കണം വെച്ചാൽ ഈ ഒരു കഴിവ് എങ്ങനെ ഞാൻ വർദ്ധിപ്പിച്ചെടുക്കും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു വൺ സീക്രട്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ഹൗ ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഹൗ ടു ഡെവലപ്പ് വാല്യൂ എഡ്യൂക്കേഷൻ, ഹൗ ടു ഡെവലപ്പ് കൺസിസ്റ്റൻസി, ഹൗ ടു ഡെവലപ്പ് പോസിറ്റീവ് തിങ്കിങ്, ഹൗ ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഹൗ ടു ഡെവലപ്പ് അഡാപ്റ്റബിലിറ്റി എന്ന് കമന്റ് ചെയ്ത് നോക്കി, ടൈപ്പ് ചെയ്ത് നോക്കിയേ ഗൂഗിളിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടിപ്സുകൾ കിട്ടും, വഴികൾ കിട്ടും, കൂടുതൽ കാര്യങ്ങൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ലൈക്ക് ആർ യു അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം സേയിങ്? അപ്പൊ ഇങ്ങനെ നിങ്ങൾ നിരന്തരം എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. ടിപ്സുകൾ എടുത്തിട്ടും പ്ലസ് നമ്മുടെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കഴിവുകൾ പതിയെ നിങ്ങൾ ഉപരിതലത്തിലേക്ക് പുറത്തേക്ക് വരാൻ തുടങ്ങും. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ നിരന്തരം നിലനിർന്ന് നമ്മളുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് പഠിച്ച് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞിരിക്കുന്ന സംഗതികൾ. സോ പോസിറ്റീവ് തിങ്കിങ് ഇല്ല, അപ്ലിഫ്റ്റിംഗ് ബിലീഫ്, ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വേണം. ഷിയാബുദ്ദീൻ പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. സഫൂറ പറയുന്നു അഡാപ്റ്റബിലിറ്റി വേണം. കുറച്ച് പ്രശ്നമുണ്ട് അവിടെ. അപ്പൊ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചേ പറ്റും. ഇത്രയും ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് വീണ്ടും കാണിക്കുകയാണ്. നമ്മൾ അടുത്ത ലിസ്റ്റിലേക്ക് പോകും. ഓക്കെ, ഈ ലിസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ക്രീൻഷോട്ട് എടുത്തോളം വേണമെങ്കിൽ. ഇത്രയും സ്കില്ല് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കുറവുള്ളത്? ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അപ്പൊ ഇത്രയും കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വാട്ട് ഈസ് നെക്സ്റ്റ്? നമ്മൾ എന്താ ചെയ്യുക? ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും? ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ അടുത്ത സംഗതി എന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റി ആൻഡ് ലേണിംഗ്. ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണം. പഠിക്കാനുള്ള നല്ല താല്പര്യം ഉണ്ടാവും. പഠിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? ഈ പറഞ്ഞിരിക്കുന്ന സ്കില്ലൊക്കെ ഓരോന്നായിട്ട് പതിയെ ഇംപ്രൂവ് ചെയ്ത് വരാൻ പറ്റും. ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം വെച്ചാൽ ക്യൂരിയോസിറ്റി ആൻഡ് ലേണിംഗ്. എല്ലാ കാര്യങ്ങളുടെയും എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി നമുക്ക് വേണം ലൈഫിൽ. എന്നിട്ട് നിരന്തരം പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് വേണം. അതേപോലെ തന്നെ റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സ്കില്ലുണ്ട്. നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള മറ്റൊരു സ്കില്ലാണ് റിസോഴ്സ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഒന്നുമില്ലാത്തടത്ത് നമുക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയും. നമുക്ക് എന്താണോ വേണ്ടത് അത് ഉണ്ടാക്കാനുള്ള കഴിവ്. ഒന്നുമില്ല, അത് നമ്മളെ ക്രിയേറ്റിവിറ്റി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന്റെ വേറെ വേർഷനാണ് റിസോഴ്സ്ഫുൾനെസ്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്ത് ഒന്നുമില്ല, നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു ഐഡിയ വെച്ച് തുടങ്ങാം. ഒരു ഐഡിയ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ഐഡിയ നമ്മൾ പ്ലാൻ ആക്കി എഴുതുക. എന്നിട്ട് ആ പ്ലാനിൽ എഴുതുമ്പോൾ പ്ലാനിൽ ചിലപ്പോൾ ആ ഐഡിയ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ ആ ഹെൽപ്പ് ചെന്ന് ചോദിക്കാം. ആ ചോദിക്കുന്ന സമയത്ത് അവരെല്ലാവരും നോ പറഞ്ഞോളന്നില്ല. ചില ആൾക്കാർ ഹെൽപ്പ് ചെയ്യും. ആ ഹെൽപ്പിൽ നിന്ന് കുറച്ച് കാര്യങ്ങളുണ്ടാകും. ഒരാളെ കണക്ട് ചെയ്തിരുന്നായിരിക്കാം, ആളെ കണക്ട് ചെയ്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ഐഡിയ ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണം? ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യണം. ബിസിനസ് ഐഡിയ ആണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. പൈസ ഇല്ല. അപ്പൊ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഒരാളെ കണക്ട് ചെയ്യുന്നു, അയാളോട് പറയുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അയാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? പൈസ തരുന്നില്ല, അയാൾ പൈസ ഉള്ള ഒരാളെ കണക്ട് ചെയ്ത് തന്നു. അപ്പൊ നിങ്ങൾ അയാളുടെ അടുത്ത് പോയിട്ട് പറയുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ബിസിനസ് ഐഡിയ ഉണ്ട്. അപ്പൊ അയാൾ പൈസ തന്നു. അയാൾ പൈസ തന്ന സമയത്ത് ആ പൈസ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ബിസിനസ് ഐഡിയയുടെ അടുത്ത സ്റ്റെപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഒരു ബിസിനസ് ഉണ്ടായി. യെസ് ഓർ നോ? അതാണ് റിസോഴ്സ്ഫുൾനെസ്. അതായത് ഒന്നും ഇല്ലാത്തതോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ്. റിസോഴ്സ്ഫുൾനെസ് നമ്മൾ തന്നെ ഒരു എല്ലാത്തിൻ്റെയും ഉറവിടം നമ്മളിലുണ്ട് എന്ന് വിശ്വസിക്കലാണ്. ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റ് ആണ്. ടോളറൻസ് പറയും. ക്ഷമ നമുക്ക് ആവശ്യമാണ്. നമുക്ക് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കടന്നു പോകും, അല്ലെങ്കിൽ നമുക്ക് സമയമെടുക്കും ചിലപ്പോൾ. ഇത് നമുക്ക് ആവശ്യമുള്ള സ്കില്ലാണ്. ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ബ്ലോക്കുകളെയും ഇമോഷണൽ ബ്ലോക്കുകളെയും ട്രോമാസിനെയും റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഡെവലപ്പായി വരും.
വില്ലിങ്നെസ് ടു ലേൺ, അല്ലെ, പഠിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ്. നേരത്തെ പറഞ്ഞത് തന്നെ, ബീങ് കോച്ചബിൾ ആവണം, പരിശീലിപ്പിക്കപ്പെടാൻ തയ്യാറാവണം. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പരിശീലിപ്പിക്കപ്പെടാൻ. പഠിക്കാൻ തയ്യാറാവുക, പരിശീലിപ്പിക്കപ്പെടുക. എന്താ പരിശീലിപ്പിക്കപ്പെടുക? നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരു കോച്ച് ഒരു കാര്യം പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും. അധികം ആൾക്കാർ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നവരാണ്, ഒറ്റ ബുദ്ധിയാണ്. മറ്റുള്ളവർ പറയുന്ന, മറ്റുള്ളവരുടെ അഡ്വൈസ് കേൾക്കാൻ തയ്യാറല്ല. അതും ഒരു ട്രോമയുടെ പ്രശ്നമാണ്. മറ്റുള്ളവർ എന്നെ എന്തിനാ ഭരിക്കാൻ വരുന്നത്, മറ്റുള്ളവർ എന്തിനാ എന്നെ കൺട്രോൾ ചെയ്യാൻ വരുന്നത്. നമ്മളുടെ കംഫർട്ട് സോണിലേക്ക് വേറൊരാൾ, ഒരു കോച്ച് വന്നിട്ടൊരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? നമ്മളുടെ ഉള്ളിൽ നമ്മളെ കൺട്രോൾ ചെയ്യാണോ, അല്ലെങ്കിൽ നമ്മൾ അവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ട്രോമ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. ഒരുപാട് ട്രോമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ആ അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോച്ചബിൾ ആവാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ തോന്നും, അത് ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ട്രോമ കൊണ്ടാണ് അതുണ്ടാവുന്നത്. അപ്പൊ അതിനെ നമ്മൾ അവരുടെ കൂടെ നിന്ന് കോച്ചിനെ വിശ്വസിച്ച് കൂടെ നിന്ന് കൊടുത്താൽ മതി. സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും വിജയമുണ്ടാകും. ഓക്കെ. അപ്പൊ ഈ ഒരു സംഗതി നിങ്ങൾക്ക് ഇതിന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് സ്ട്രോങ് ആക്കി എടുക്കണം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കി എടുക്കണം. ഇമോഷണൽ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യണം. മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കി എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മെഡിറ്റേഷൻസും സംഗതികളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കി ഡെവലപ്പാക്കി പോസിറ്റീവാക്കി കൊണ്ടുവരണം. പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ, അഫർമേഷൻസ് കൊടുക്കുന്നതിലൂടെ, സ്വയം നമ്മളോട് സംസാരിച്ച് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് മൈൻഡിനെ കുറിച്ചൊക്കെ കുറെ പഠിക്കണം, മനസ്സിനെ കുറിച്ചൊക്കെ പഠിക്കണം, സൈക്കോളജിയൊക്കെ കുറിച്ച് അറിയണം. ഞാൻ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ നമുക്കിത് ഡെവലപ്പ് ചെയ്യാം. ഇമോഷണൽ ബ്ലോക്കുകൾ റിമൂവ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാം. ഇമോഷണൽ ബ്ലോക്കുകൾ നമുക്ക് ചെറുപ്പത്തിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ട്രോമയിൽ നിന്ന് കിട്ടുന്നതാണ് ഇമോഷണൽ ബ്ലോക്ക്, വൈകാരികമായിട്ടുള്ള ബ്ലോക്കുകൾ എന്ന് പറയും. അതായത് ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പേടിയാണ്, ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ദേഷ്യമാണ്, ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വെറുപ്പാണ്, ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തളർന്നു പോവുകയാണ്. അപ്പൊ ഇതൊക്കെ ഇമോഷണൽ ബ്ലോക്കുകൾ കൊണ്ടാണ്. ഒരു ഇമോഷണൽ ബ്ലോക്കിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് അധ്യാപകർ പരിഹസിച്ചു. സ്വാഭാവികമായിട്ടും പിന്നീട് അവിടെ നിന്ന് അധ്യാപകൻ നിങ്ങളെ വല്ലാണ്ട് പരിഹസിച്ചു. നിന്റെ തലയിൽ കളിമണ്ണാണോ, നീ നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല എന്ന് പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു എഡ്യൂക്കേഷൻ ബ്ലോക്ക് വരും. എഡ്യൂക്കേഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിനുള്ളിൽ എന്ത് വരും? ഒന്ന്, അധ്യാപകരോ അല്ലെങ്കിൽ പഠനത്തെയോ മറ്റുള്ള കാര്യങ്ങളോ ഇഷ്ടമില്ലാതാവും. പഠിക്കാൻ പിന്നീട് ആഗ്രഹിച്ചാലും പഠിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അതേപോലെ തന്നെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. ഇത്തരത്തിലുള്ള സംഗതികളിലേക്കൊക്കെ പോകുന്നതിന് കാരണം ഇമോഷണൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇതൊരു വൺ ഓഫ് ദി ഇമോഷണൽ ബ്ലോക്കാണ്. മറ്റൊരു ഇമോഷണൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബ്ലോക്കാണ്. നിങ്ങൾ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു എക്സ്കർഷന്, ടൂറിന് പോകണം. വീട്ടിൽ നിന്ന് ക്യാഷ് കിട്ടിയില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വല്ലാണ്ട് വിഷമാവും. എല്ലാ കുട്ടികളും കൂടെയുള്ളവരൊക്കെ ട്രിപ്പ് പോകുന്നു, നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു ഫീലിംഗ് വരും, ഞാൻ പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ്, എനിക്ക് പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയ സമ്പന്നരായിട്ടുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാനത് ആഗ്രഹിക്കാൻ പാടില്ല, അതിലൊന്നും വലിയ കാര്യമില്ല, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും, അമിതമായി ആഗ്രഹിക്കരുത്. ഇങ്ങനെയുള്ള കുറേ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാക്കുന്ന ഇമോഷണൽ ബ്ലോക്ക്, ഫൈനാൻഷ്യൽ ഇമോഷണൽ ബ്ലോക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ, അതായത് പെയിൻഫുൾ ആയിക്കൊണ്ട്, വളരെ വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് കടന്നു കൂടിക്കഴിഞ്ഞാൽ അതൊരു ഇമോഷണൽ ബ്ലോക്കായി മാറും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ പണം ഉണ്ടാക്കാൻ കഴിയാതെ വരും. അതൊരു ബ്ലോക്ക്, ഒരു പണം നമുക്ക് വരില്ല. പണം വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും, പണത്തോട് നമുക്കൊരു വെറുപ്പ്, പണക്കാരോട് നമുക്കൊരു വെറുപ്പ്, അല്ലെങ്കിൽ പണക്കാരോട് നമുക്കെന്താ വെച്ചാൽ മോശം അവസ്ഥ. ചെറുപ്പത്തിലുള്ള മറ്റൊരു കാര്യമാണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ ചെറുപ്പം മുതലേ നിങ്ങൾ സിനിമകൾ ചിലപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വില്ലന്മാരായിട്ടുള്ള ആൾക്കാർ വലിയ പണക്കാരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാരായിട്ട് കാണാം. അപ്പൊ അതിലൊക്കെ എന്താ വെച്ചാൽ അത്തരത്തിലുള്ള ഈ ഒരു മെസ്സേജ് നമ്മുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ പണം നമ്മളെ തിന്മയിലേക്ക് നയിക്കും. പത്രം നിരന്തരം വായിക്കുന്ന ഒരാൾ, വാർത്തകൾ നിരന്തരം കാണുന്ന ഒരാൾ, അതിലധിക വാർത്തകളും 80% നെഗറ്റീവാണ്.
അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ നിരന്തരം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ ബ്ലോക്ക് വരും. അതായത് എന്താ സംഭവിക്കുക? മനുഷ്യൻ, ഈ ലോകമൊക്കെ നശിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്താണ്? മനുഷ്യന് ഇനി ഇവിടെ തിന്മയ്ക്ക് വേണ്ടി തിന്മ ചെയ്യുക എന്നുള്ളതാണ്. അധികം ആൾക്കാർ തിന്മ ചെയ്യുന്നവരാണ്. തെറ്റായ രീതിയിലൂടെ പണം ഉണ്ടാക്കുക, തട്ടിപ്പ്, വെട്ടിപ്പ്, കൊലപാതകം, പീഡനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്നുള്ളൊരു, ഈ ലോകം മൊത്തത്തിൽ ഒരു നെഗറ്റീവായ ആൾക്കാരുടെ ലോകമാണ് എന്നൊരു ഇമോഷണൽ ബ്ലോക്ക് വരും. മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയില്ല, പേടി കൂടും മനസ്സിൽ. അതൊരു ഇമോഷണൽ ബ്ലോക്കായിട്ട് മാറും. ഇത്തരത്തിലുള്ള ഇമോഷണൽ ബ്ലോക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഇങ്ങനെ എന്തെല്ലാം ഇമോഷണൽ ബ്ലോക്കുകളാണ് നിങ്ങൾക്കുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടാകും ഒരുപാട് ഇമോഷണൽ ബ്ലോക്കുകളുണ്ട്. റിലീജിയസ് ബ്ലോക്കുകളുണ്ട്. റിലീജിയസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിന്റെ ഭാഗമായിട്ട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ യഥാർത്ഥ മതമൂല്യങ്ങളോ അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങളോ നന്മയോ മറ്റുള്ള കാര്യങ്ങളോ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ മനസ്സിൽ കയറിക്കൂടി ആകെ പാരലൈസ്ഡ് ആയിട്ട് പേടിച്ച് ഒതുങ്ങി പോകുന്ന അവസ്ഥ. എത്രയോ ആൾക്കാർ, നല്ല കഴിവുള്ള ആൾക്കാരുടെ കഴിവ് പുറത്തെടുക്കാൻ കഴിയാതെ ഇത്തരത്തിലുള്ള റിലീജിയസ് ബ്ലോക്കുകൾ കൊണ്ട് കുടുങ്ങി കിടക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് മതം തെറ്റാണെന്നോ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെ എതിരായിട്ട് ചിന്തിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എല്ലാ വിശ്വാസങ്ങളും നമ്മൾ കൊണ്ടു നടക്കുമ്പോഴും നമ്മൾ വെറുതെ ഓവറായിട്ട് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകരുത്. അതൊരു ബ്ലോക്കായിട്ട് മാറും. അപ്പൊ അത്തരത്തിലുള്ള ബ്ലോക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്തിട്ട് തെറ്റായ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ കയറിക്കൂടുന്ന എത്രയോ സൂപ്പർസ്റ്റീഷൻസ്, അന്ധവിശ്വാസങ്ങൾ മൂലം നമുക്ക് ബ്ലോക്കുകൾ സംഭവിക്കും. ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അന്ധവിശ്വാസങ്ങൾ എത്രയോ ഉണ്ടാവും എത്രയോ അന്ധവിശ്വാസങ്ങൾ മൂലം വിജയമില്ലാതെ പേടിച്ച് ഒതുങ്ങിക്കൂടുന്നവരുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മരിക്കും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, ഇത്ര സമയം കൊണ്ട് അത് സംഭവിക്കും എന്ന് പറയുന്ന സംഗതികൾ. ഓക്കെ, ലേൺ സൈക്കോളജി എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കണം എന്നുണ്ടെങ്കിൽ, ഈ സംഗതികളൊക്കെ മറികടക്കണം എന്നുണ്ടെങ്കിൽ സൈക്കോളജി പഠിക്കുക എന്നുള്ളതാണ്. മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പ്രശ്നങ്ങളെ, നമുക്ക് ബ്ലോക്കുകളെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ കഴിവുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മനസ്സിനെ കുറിച്ച് ഡെപ്തിൽ പഠിക്കണം. 45,000 ലിമിറ്റിംഗ് ബിലീഫുകൾ നമുക്കുണ്ട്. അത് ഓരോന്നും നമുക്ക് പൊട്ടിക്കാൻ കഴിയണം. അപ്പോൾ അത് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ്. അപ്പോൾ എങ്ങനെ അഫർമേഷൻസ് കൊടുക്കണം എന്നുള്ളത് പഠിക്കണം. അതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള രീതി എന്താണ്? എങ്ങനെയാണ് അഫർമേഷൻസ് എഴുതേണ്ടത്? ഏത് ടെൻസിലാണ് എഴുതേണ്ടത്? ഏത് രീതിയിലാണ്, എത്ര തവണയാണ് എഴുതേണ്ടത്? ഓരോ ലിമിറ്റ് ബിലീഫും ബ്ലോക്കുകളും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിലാണ് അത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് അത് എഴുതേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ്, അതിനൊക്കെ ഒരു രീതിയുണ്ട്. ആ രീതി പഠിക്കണം. അല്ല ചുമ്മാ വെറുതെ നമ്മൾ കേട്ടിട്ട് മറ്റുള്ളവർക്ക് പറയുന്ന കേട്ടിട്ട് ആ രൂപത്തിലല്ല. അതിൻ്റെതായിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡിലൂടെ വിഷ്വലൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ലിമിറ്റ് ബിലീഫ് പഠിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ്. അതെങ്ങനെ ചെയ്യും? സെൽഫ് ടോക്ക് എങ്ങനെയാണ് നടത്തേണ്ടത്? സെൽഫ് ഹിപ്നോസിസ് മെത്തേഡുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? മെഡിറ്റേഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇതെല്ലാം വ്യക്തമായിട്ട് ഡെപ്തിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അപ്പം അത് നമ്മൾ ചെയ്യും. സെറ്റ് യുവർ പേഴ്സണൽ ലൈഫ് ബാലൻസ്ഡ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഓരോ ഏരിയാസും ബാലൻസ് ചെയ്യും. നമുക്ക് കരിയർ ലൈഫ് ഉണ്ടാവും, പേഴ്സണൽ ലൈഫ് ഉണ്ടാവും. ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിന് ഓരോ ഏരിയാസിലും ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് ഗോൾ വേണം, വെൽത്ത് ഗോൾ വേണം, കരിയർ ഗോൾ വേണം, ഫൈനാൻഷ്യൽ ഗോൾ വേണം, ഇങ്ങനെയുള്ള കാര്യം. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളുകളിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജി, ഓരോ ഗോളുകളും അച്ചീവ് ചെയ്യാനുള്ള എളുപ്പ വഴികൾ കണ്ടെത്തണം. അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇതൊക്കെ ഒരുപാട് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പായി വരുമ്പോഴാണ് നമ്മൾ ഇതിനെ സക്സസ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് നമ്മളുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ഇതെങ്ങനെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുക? നമ്മളുടെ ഒരു മൈൻഡ് പവർ കോഴ്സ് ഉണ്ട്. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാം. കോഴ്സിലേക്ക് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് 3 ലെവലുകളായിട്ടുള്ള ഒരു മൈൻഡ് പവർ കോഴ്സാണ്. ആ 3 ലെവലിൽ നമുക്ക് 3 പാർട്ടാണത്. വെറും 1999 രൂപയേ ഉള്ളൂ. ഓക്കെ, അബ്സല്യൂട്ട്ലി ചെറിയൊരു പേയ്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത്രയും കാര്യങ്ങളുണ്ട്. 40-ലധികം ക്ലാസ്സുകൾ അതിൽ ലഭിക്കുന്നുണ്ട്. റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. 3 പാർട്ടാണ്. ഒന്ന് മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന പാർട്ട്, എങ്ങനെ നമ്മളുടെ മൈൻഡ് എന്താണ്, മൈൻഡിന്റെ ബ്ലോക്കുകൾ എങ്ങനെ റിമൂവ് ചെയ്യാം. അടുത്തത് ഓരോ ഗോളുകളും എങ്ങനെ ഓരോ ഏരിയാസിലും ഗോളുകൾ സെറ്റ് ചെയ്യാം, എന്നിട്ട് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ലൈഫ് പ്ലാൻ ക്രിയേഷൻ ആണ്. അതായത് ഓരോ ഗോളുകളും സെറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് എങ്ങനെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത്, അതിന്റെ ഒരുപാട് ടൂളുകളുണ്ട്, സീക്രട്ടുകളുണ്ട്.
വെൽത്തുമായി ബന്ധപ്പെട്ട ഒരു വെൽത്ത് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന സീക്രട്സുകൾ എന്താണ്? കരിയർ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വിജയിച്ചിട്ടുള്ള ആൾക്കാർ എങ്ങനെ കരിയറിൽ ചെയ്തിട്ടുള്ള അതിന്റെ സീക്രട്സുകൾ എന്താണ്? ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീക്രട്സുകളും മെത്തേഡ്സുകളും എന്തൊക്കെയാണ്? ഇങ്ങനെ 3 പാർട്ടായിട്ട്, ഒന്ന് മൈൻഡിനെ റെഡിയാക്കുക, 2 ആ മൈൻഡിനെ നല്ല സ്ട്രോങ് ആക്കിയതിനു ശേഷം ഗോളുകൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഗോളിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാനുള്ള ടൂളുകൾ സെറ്റ് ചെയ്യുക. പിന്നെ പറയുന്നത് വെച്ചാൽ ആ ഗോളുകളിലേക്ക് കറക്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്ന സാധനം 3 വർഷം കൊണ്ട്, എങ്ങനെ 3 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 ഇയർ കൊണ്ട് അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സീക്രട്ടുകൾ ചേർന്ന 3 പാർട്ട്. ഇതാണ് നമ്മുടെ കോഴ്സ് ഉള്ളത്. അതിലെന്താ വെച്ചാൽ നിങ്ങൾക്ക് മൈൻഡിനെ കുറിച്ച് പഠിക്കുന്ന പാർട്ടിൽ എന്താണ് മനസ്സിന്റെ എത്ര തരത്തിലുള്ള മനസ്സുണ്ട്, കോൺഷ്യസ് മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, മനുഷ്യന്റെ മനസ്സിനുള്ളിലേക്ക് എങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ, ഈ വിശ്വാസങ്ങളൊക്കെ കടത്തിവിടാൻ പറ്റും, മൈൻഡിനെ എങ്ങനെ ഇമോഷണൽ ബ്ലോക്കുകളും സംഗതികളും ഒക്കെ, സക്സസ് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ മനസ്സിനുള്ള ഇമോഷണൽ ബ്ലോക്ക് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലിമിറ്റിംഗ് ബിലീഫുകൾ എങ്ങനെ റിമൂവ് ചെയ്യുന്നത്, മൈൻഡിനെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം അതിൽ പഠിപ്പിക്കും. ടോട്ടൽ സൈക്കോളജി. പാർട്ട് 2 വരുമ്പോൾ ഗോൾ സെറ്റിംഗ്, ഡെപ്തിൽ ഗോൾ സെറ്റിംഗ് പഠിക്കും. ഷോർട്ട് ടൈം ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യും, ലോങ് ടൈം ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യും, അതേപോലെ തന്നെ ലൈഫ് ടൈം ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യും. 3 തരത്തിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യണം. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കും. ആ ഗോളുകളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ട്, വേറെ ശ്രദ്ധയിലൊന്നും മാറാതെ അതിൽ തന്നെ സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് പോകാനുള്ള സെൽഫ് ഹിപ്നോട്ടിക് ടൂളുകൾ, വിഷൻ ക്രിയേഷൻ ടൂളുകൾ, സബ്ലിമിനൽ മെസ്സേജിങ് ടൂളുകൾ, എഫിഷ്യൻസി ടൂളുകൾ, ഇത്രയും ടൂളുകൾ നമ്മൾ ഈ ഗോളിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ടാർഗറ്റ് ഓറിയന്റഡ് പോകാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കും. പാർട്ട് 2. അപ്പൊ ഇതെല്ലാം ഒറ്റ കോഴ്സാണ്, പക്ഷെ ഒരു 3 പാർട്ടായിട്ട് ചെയ്യുന്നത് മാത്രം. അടുത്ത ലൈഫ് പ്ലാൻ ക്രിയേഷൻ ആണ്. ഇതിൽ എന്തൊക്കെ പഠിപ്പിക്കുക? കരിയറിലും ബിസിനസ്സിലും സക്സസ് നേടാൻ വേണ്ടിയുള്ള സീക്രട്സുകൾ എന്താണ്, എങ്ങനെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാം, ബിഗ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാം, അതേപോലെ തന്നെ ഹാർഡ് വർക്ക് എങ്ങനെ ചെയ്യാം, ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്തിട്ട് എളുപ്പത്തിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വെൽത്ത് ബ്ലോക്കുകൾ എങ്ങനെ റിമൂവ് ചെയ്യാം, 7 തരത്തിലുള്ള ബ്ലോക്കുകൾ, പ്രാഥമികമായിട്ടുള്ള ബ്ലോക്കുകൾ, അതെങ്ങനെ റിമൂവ് ചെയ്യാം. പിന്നെ വരുന്നത് വെച്ചാൽ മണി മാനേജ്മെന്റ് മെത്തേഡുകൾ, പണം എങ്ങനെ മാനേജ് ചെയ്യാം. പിന്നെ വരുന്നത് വെച്ചാൽ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മെത്തേഡ്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് നമുക്ക് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മക്കളെ എങ്ങനെ നമുക്ക് നല്ലൊരു പാരന്റ് ആയിട്ട് എങ്ങനെ മാറാം, മക്കളെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ലവ്, റൊമാൻസ്, സെക്സ് ആൻഡ് ഫോർ ഹാപ്പി ഫാമിലി ലൈഫ്. ഒരു സെക്സ് ലൈഫ് ആയിക്കോട്ടെ, നമ്മളുടെ ലൈംഗിക ജീവിത പങ്കാളിയുമായിട്ട് ലൈംഗിക ജീവിതം, റൊമാൻസ്, ലവ്, ഇതൊക്കെ എങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൂടുതൽ നല്ല രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിന്റെ കോഴ്സിന്റെ വാല്യൂ വരുന്ന 24,000 രൂപ വാല്യൂ വരുന്ന കോഴ്സാണ്. നമ്മൾ 3 വർഷം മുൻപൊക്കെ ഈ കോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് 21,000 രൂപയ്ക്കാണ് നമ്മൾ ഈ കോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ എന്ന് വെച്ചാൽ കസ്റ്റമൈസേഷൻ ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഓരോ ഘട്ടത്തിലും PDF അവൈലബിൾ ആണ്. 3,500 രൂപയോളം വില വരുന്നതാണ്. നമ്മുടെ മെഡിറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്, അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിലേക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം, ഇത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഒരു ഫീസിൽ, ചെറിയ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആണ്. 8086880775 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള ഭയം മാറുമോ, സ്മൈൽ ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് വെച്ചാൽ നിങ്ങൾ ഈ മനസ്സിനെ കുറിച്ച് ഡെപ്തിൽ പഠിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പഠിക്കുമ്പോൾ ക്ലാരിറ്റി വരുമ്പോൾ ഭയം മാറും. എവിടെയാണ് ഭയം വരുന്നത്? ഭയം വരുന്നത് എപ്പോഴും അജ്ഞതയിലാണ്, അല്ലെ? രാത്രിയെ ഭയക്കുന്നത് എന്തുകൊണ്ട്? രാത്രി ഇരുട്ടത്ത് എന്ത് സംഭവിക്കും നമുക്ക് കാണാൻ കഴിയില്ല, അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാതെ വരുമ്പോഴാണ് പലപ്പോഴും ഭയം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ആ ഭയം നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു ക്ലാരിറ്റി വരുമ്പോൾ, ഞാൻ എങ്ങനെയാണ്, എൻ്റെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടി തുടങ്ങുമ്പോൾ നമ്മളുടെ ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. ക്ലിയർ അല്ലേ? അപ്പൊ അത് നിങ്ങൾ എന്താ വെച്ചാൽ ക്ലാരിറ്റി, നിങ്ങളുടെ എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുക, ക്ലാരിറ്റി വരും. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ ഇതിന്റെ കൂടെയൊക്കെ പുറമെ ഈ നമ്മളുടെ ഒരുപാട് തെറാപ്പികളുണ്ട്. ഈ തെറാപ്പികളിലൂടെയും സംഗതികളിലൂടെയും കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഭയമൊക്കെ മാറി റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പൊ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ സെഷനിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിരുന്നോ? ഒന്ന് കമന്റ് ചെയ്യാവോ? Can I get some comments? ഹലോ, ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ക്ലാരിറ്റിയും കിട്ടിയോ? യെസ്, മിസ്റ്ററിയ പറയുന്നു. വെരി ഗുഡ്. യെസ്, താങ്ക് യു സോ മച്ച്. ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആദിൽ പറയുന്നു വെരി ഗുഡ്, സൂപ്പർ, സ്മൈൽസ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഞാൻ ആ പറഞ്ഞ നമ്പറിലേക്ക് 8086880775
77 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, 775 കേട്ടോ, ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ മെസ്സേജ് ചെയ്യുക. അതിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. അതായത് 1999 രൂപ ഗൂഗിൾ പേ ചെയ്യുക. എന്നിട്ട് അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. ആയിഷ അതിൽ പറഞ്ഞു ഗോഡ് എ ക്ലാരിറ്റി, വെരി ഗുഡ്, ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. എല്ലാവരും എന്ത് ചെയ്യുക, ഇന്ന് നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് പല തവണയും, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കുക കേട്ടോ. ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ ഒരു പ്ലാൻ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. എല്ലാ ദിവസവും ഡെയിലി അച്ചീവ്മെന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഡെയിലി ഗോൾ ലിസ്റ്റ് നമ്മൾ, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് നമ്മൾ എഴുതി വെക്കുക. അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് വർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയി ഉഷാറായി വരും. നമുക്ക് പ്രയാസമാണ് നമ്മുടെ ഓരോ ദിവസവും, ചാലഞ്ചസും സംഗതികളൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഈ ഒരു സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു ഡയറി എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് വെക്കുക, എന്ത് നിങ്ങൾ ഇന്ന് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്, ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. മറക്കരുത്, അടുത്ത ദിവസം മറ്റൊരു സെഷനായിട്ട് വരാം. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു നുസ്രത്, താങ്ക് യു ആയിഷ ദിൽന, താങ്ക് യു ഷീന, താങ്ക് യു സോ മച്ച്, താങ്ക് യു നുസ്രത്, താങ്ക് യു സഫൂറ, താങ്ക് യു ഷാജിർ, താങ്ക് യു സാദിഖ് അലി, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് കോഴ്സ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് വേണം, പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം, ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ.